ഓം നമ ശിവായ. നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ത്രാടകം. അതായത് നമ്മുടെ സിദ്ധതാന്ത്രികത്തിൽ ഓരോ ഘട്ടങ്ങളിൽ ഉപാസനാ ജപം വഴി നമുക്ക് കിട്ടുന്ന അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളിൽ ആദ്യഘട്ടമാണ് ത്രാടകം. എന്താണ് ത്രാടകം? അതായത് നമ്മളിപ്പോൾ ചൈനീസ് ഫിലിംസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പ്രത്യേകകരമായിട്ടുള്ള ദൃഷ്ടിയിലൂടെ, ഇപ്പോൾ യോദ്ധ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ദൃഷ്ടി കൊണ്ട് ഒരു വസ്തുവിനെ ചലനത്തിൽ വ്യത്യാസം വരുത്തുന്നു. ചുമ്മാ വച്ചിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ രീതി ചലനം വരുത്തുന്നതായിട്ടുള്ള മൂവ്മെൻറ്റ് ഒക്കെ നമ്മൾ കണ്ടു പരിചയമുള്ളതാണ്. അപ്പോൾ ത്രാടകം നമ്മൾ പരിശീലിക്കുന്നതോടുകൂടി നമ്മുടെ മുമ്പിലുള്ള ഏതൊരു വസ്തുവാണോ അതിനെ ചലിപ്പിക്കാനും നിയന്ത്രിക്കാനും ഉള്ള കഴിവ് നമുക്ക് കിട്ടുന്നത് ത്രാടകത്തിലൂടെയാണ്. അതൊരു വസ്തു എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയെ, നമ്മുടെ മുമ്പിൽ ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തി നമ്മുടെ ഇംഗിതപ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ള സവിശേഷതയാണ് ഈ സിദ്ധിയുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ 7ാം ഇന്ദ്രിയത്തിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, എത്രയോ പേർക്ക് അവരുടെ മൈൻഡ് ഇപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെ അവരുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കി നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ ആ വ്യക്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സവിശേഷത. അപ്പോൾ ഈ ത്രാടകം എങ്ങനെയാണ് പരിശീലിക്കുന്നത്, അതിലൂടെ നമുക്ക് വരുന്ന ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ. ത്രാടകം നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഘടകമാണ്. ആദ്യം നാം കുറച്ച് മിനിറ്റുകൾ മാത്രം ത്രാടകം പരിശീലിക്കുക. അതായത് ഒരു നെയ്ത്തിരി കത്തിച്ചു വയ്ക്കുക, കണ്ണിൻ്റെ നേരെയായിട്ട് ഒരു 3 അടി ദൂരത്തിൽ നെയ്ത്തിരി കത്തിച്ചു വയ്ക്കുക, ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക, കാരണം കോൺസെൻട്രേഷൻ കിട്ടാനാണ്. എന്നിട്ട് നമ്മൾ ഇമ വെട്ടാതെ ആ ജ്വലിക്കുന്ന അഗ്നിനാളങ്ങളെ നോക്കിയിരിക്കുക. ആദ്യമൊക്കെ കണ്ണ് അടഞ്ഞൊക്കെ വരും, ഒരു 10 മിനിറ്റ് മതി ആദ്യമൊക്കെ. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ തലവേദന, കണ്ണിൽ വേദന ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. ആദ്യമായിട്ട് പരിശീലിക്കുമ്പോൾ ത്രാടകം ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം നിങ്ങൾ ചെയ്തു തുടങ്ങുക. കാരണം കണ്ണ്, തല ഇത് രണ്ടും പ്രവർത്തിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ വീക്കം വരുന്നത് നമ്മുടെ നെറ്റിത്തടത്തിലാണ്. അപ്പോൾ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കുറേ നേരം ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം ഒരു 5-10 മിനിറ്റൊക്കെ ചെയ്തു തുടങ്ങുക. പ്രത്യേകിച്ച് മന്ത്രമൊന്നും വേണ്ട, മനസ്സ് ശാന്തമായിരിക്കുക, ആ അഗ്നി നാളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ഓം എന്ന് നമ്മുടെ മനസ്സിൽ ഉച്ചരിക്കുക. പറയേണ്ട ആവശ്യമില്ല, പുറത്തറിയേണ്ട, ഉള്ളിൽ ഓം എന്ന് മന്ത്രിച്ചാൽ മതി. ഇതെല്ലാ ദിവസവും ചെയ്യുമ്പോൾ ആ തീനാളത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്കിഷ്ടമനുസരിച്ച് ആ തീനാളം നേരെ നല്ല രീതിയിൽ ജ്വലിക്കുകയും നമ്മൾ വിചാരിക്കുന്ന അനുസരിച്ച് ആ തിരി താഴുകയും ചെയ്യുന്നു. ഇത് പെട്ടെന്ന് തന്നെ സിദ്ധി ആക്കാവുന്ന ഒരു ക്രിയയാണ് ത്രാടകം.
നമ്മുടെ കണ്ണിനെ പൂർണ്ണമായിട്ടും കൃഷ്ണമണിയെ ഉള്ളിലേക്ക് മാറ്റാനും കൃഷ്ണമണിയെ നല്ല രീതിയിൽ നമ്മുടെ നിയന്ത്രണത്തിലാക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. ദൃഷ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ ത്രാടകം ചെയ്യുന്നത് നല്ലതാണ്, എത്രയും നല്ലതാണ്. കാരണം കണ്ണിനുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്ക് ത്രാടകം അത്യുത്തമമാണ്. ഒന്നോർക്കുക, ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് സമയം മാത്രം ചെയ്യുക, പിന്നെ സമയം കൂട്ടിക്കൊണ്ടുവരിക. ഇത് ചെയ്യുന്നത് വഴിയുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സെപ്പോഴും ശാന്തമായിരിക്കും. എത്ര പ്രഷറായിട്ടുള്ള പ്രശ്നമാണെങ്കിലും സ്വയം നിയന്ത്രിക്കാനും ശാന്തത നിലനിർത്തുവാനും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും. ഈ ത്രാടകത്തിൻ്റെ സിദ്ധി വരുന്നതോടുകൂടി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ ചുറ്റും സംഭവിക്കും എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ ഫലം വളരെ വളരെ ശ്രേഷ്ഠവും കൂടിയാണ്. കാരണം നാം എല്ലാം ആഗ്രഹിക്കുന്നത്, നാം എന്താണോ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അത് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ത്രാടകം ചെയ്യുന്നത് വഴി നമ്മുടെ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ നെയ്ത്തിരി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ചട്ടി വിളക്ക് കത്തിച്ചാലും അല്ലെങ്കിൽ സാധാരണ വിളക്ക്, ഒരു തിരിയുള്ള വിളക്ക് നമുക്ക് നോക്കി വെക്കുക, അത് നെയ്യ് തന്നെ അത്യാവശ്യമാണ്. കാരണം നെയ്യിലുണ്ടാവുന്ന ഒരു പ്രത്യേക എനർജി, അതിൻ്റെ മണം എപ്പോഴും ധ്യാനത്തിന് ഉതകുന്നതാണ്. അതുകൊണ്ടാണ് നെയ്ത്തിരി തന്നെ കത്തിക്കാൻ പറയുന്നത്. വളരെ ഇപ്പോൾ 2-3 ദിവസം ത്രാടകം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ശരിയായ ശക്തി എന്താണെന്നുള്ളത്. പക്ഷെ നമുക്കെല്ലാം അത് അന്യം നിന്നുകൊണ്ട് പോവുകയാണ്, അതിൻ്റെ ഗുഡൻസ് എന്താണെന്നറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. വളരെ വളരെ ശക്തിയാർന്ന ഒരു ക്രിയയാണ് ത്രാടകം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ